എൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരിക്കലും ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം പറയുന്നത് ഏകദേശം 75 മുതൽ 80 ലക്ഷം ആളുകൾ ഇന്ത്യയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ ജോലി നഷ്ടമാവും. അപ്പോൾ ഇതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെയധികം അപക്വമാണ്, അല്ലെങ്കിൽ കാലത്തിന് യോജിച്ച മറുപടിയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ റോഡ് അപകടങ്ങളിൽ വലിയ ഒരു ശതമാനം, ഏകദേശം 90% സംഭവിക്കുന്നത് മനുഷ്യന്മാരായിട്ടുള്ള ഡ്രൈവർമാർ ഉണ്ടാക്കുന്ന എററുകൾ കാരണമാണ്. അതിൻ്റെ കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷത്തിലധികം അപകടങ്ങൾ 2022 മാത്രം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം ആളുകൾ ഈ അപകടങ്ങൾ കാരണം മരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ GDPയുടെ മേലുള്ള ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? 3 മുതൽ 5% വരെ GDPയുടെ മേലെ ഇപ്പം ഇതിൻ്റെ പല രീതിയിലുള്ള ഹെൽത്ത് ഇമ്പാക്റ്റുകൾ, ആക്സിഡൻറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇനി ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഇമോഷണൽ ബേർഡൻ വേറെ. അത്തരത്തിൽ വലിയ രീതിയിൽ നമുക്ക് മനുഷ്യന്മാർ ഡ്രൈവ് ചെയ്യുന്നത് കാരണം ഇന്ന് വലിയ രീതിയിൽ ഇന്ത്യ നഷ്ടം സഹിക്കുന്നുണ്ട്. മനുഷ്യന്മാരെ ഈ ഡ്രൈവിംഗ് നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ എറർ ഉള്ള അപകടങ്ങൾ കുറയുകയും അതുവഴി ഒരുപാട് ജീവനുകൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. നമുക്ക് ജോലികൾ സംരക്ഷിക്കണോ ആളുകളുടെ ജീവൻ സംരക്ഷിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. നിലവിലുള്ള റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇത് വലുതാക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡുകളിലേക്ക് നോക്കുക. റോഡുകളിൽ പൊതുവിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കാറുള്ളത് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടുണ്ടാകും. അത് കാരണം ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ അതിങ്ങനെ ബിൽഡപ്പ് ആവുകയാണ് ചെയ്യുക. എന്നാൽ ഇത് യന്ത്രങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയാലോ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എപ്പോഴും ഒരു ട്രാഫിക്കിൽ ഒരു സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയും. നിലവിലുള്ള റോഡ് സിസ്റ്റംസ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാനും മറ്റൊക്കെ സാധിക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ എഗെയിൻ അത് മനുഷ്യന്മാരല്ലാത്ത ഡ്രൈവിംഗ് കൊണ്ടുവരാനുള്ള മറ്റൊരു റീസണാണ്. ഇനി മൂന്നാമതൊരു കാരണമായിട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് റീസൺ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള ആളുകളായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പരിമിതികളുള്ള ആളുകളായിട്ട് ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ ഒരു 3% വരെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഡ്രൈവ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടുന്ന യാത്രാ സൗകര്യങ്ങളും മറ്റും ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാഹനങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഊബർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഉണ്ടാവും സ്പെഷ്യൽ വാഹനങ്ങൾ ഉണ്ടാവും. അതായത് ഇത്തരക്കാർക്ക് വണ്ടിയിലേക്ക് പ്രവേശിക്കാനും മറ്റൊക്കെ പറ്റുന്ന വാഹനങ്ങൾ. അത് കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊരു നോർമൽ ടാക്സി പോലെ എപ്പോഴും ലഭ്യമാണെന്നൊന്നുമില്ല. പക്ഷേ ഒരു ഓട്ടോണമസ് വാഹനങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ യൂസ് കേസ് ഉള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരം വാഹനങ്ങളൊക്കെ അവൈലബിൾ ആക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്തരക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ എഗെയിൻ അത് ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾക്കുള്ള ഒരു അനദർ റീസണാണ്. ഇനി വേറെയും ഒരുപാട് റീസൺസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപകടങ്ങളുടെ നിരക്ക് ഒരുപാട് കുറയുമെന്ന് പറഞ്ഞല്ലോ. ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസിൻ്റെ പ്രീമിയം കുറയും. കാരണം അപകടങ്ങൾക്ക് ഇൻഡെക്സ്ഡ് ആയിട്ടാണ് പൊതുവിൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എത്ര തന്നെ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും റോട്ടിൽ ഒരു ആവറേജ് ഏത് ഇൻഷുറൻസ് കമ്പനിക്കും അവരുടെ ഒരു മാർജിനും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് ഇപ്പോൾ 1000 വണ്ടിക്ക് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 എണ്ണം അല്ലെങ്കിൽ 100 എണ്ണം ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇത്രയായിരിക്കണം, എന്നാൽ മാത്രമേ കമ്പനി ലാഭത്തിൽ പോകുള്ളൂ എന്നൊക്കെ ഒരു കണക്കുണ്ടാവില്ലേ. എല്ലാം AI അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഓട്ടോണമസ് ഡ്രൈവിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപകടങ്ങളുടെ നിരക്ക് ഇപ്പോൾ 1000-ൽ 1 വണ്ടി പോലും അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ള കണക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഗണ്യമായിട്ട് കുറയും. അപ്പോൾ ഇത് നമ്മുടെ യാത്രാ ചെലവുകളിൽ വലിയ കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഡ്രൈവറെ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നോർമൽ ജേർണിയുടെ ഒരു 20% മുതൽ 30% എക്സ്പെൻസുകൾ വീണ്ടും താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. യാത്രാ സൗകര്യങ്ങളിൽ ചിലവ് കുറയുന്നു. അപ്പോൾ ഈ ജോലി പോകുന്നു എന്ന് പറയുന്നത് ആക്ച്വലി ഏത് ടെക്നോളജിക്കൽ ചേഞ്ച് വരുമ്പോഴും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ മുൻപ് കുതിര ഓടിച്ചിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുതിരയുടെ മെയിൻ്റനൻസ് ഇൻഡസ്ട്രി ഉണ്ടാവുമല്ലോ, കുതിരയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ കുതിരയുടെ ലാടം, കുതിരൻ്റെ മേലുള്ള ഇരിപ്പിടം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കുതിര വണ്ടികൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഇൻഡസ്ട്രി ഉണ്ട്. അതൊക്കെ കാറുകൾ വന്നപ്പോൾ തകർന്നില്ലേ. അപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡിലുള്ള ജോബ് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ്. കഴിഞ്ഞൊരു 100-120 കൊല്ലത്തിനൊക്കെ ഇടയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ജോബുകൾ. ഇത് കാലാകാലം നിലനിൽക്കുന്ന ഒരു മേഖലയൊന്നും ആയിരിക്കണം എന്നില്ല. എന്തായാലും ടെക്നോളജി വരുമ്പോൾ AI മറ്റൊക്കെ വരുമ്പോൾ എല്ലാ മേഖലയിലും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ഡ്രൈവർമാരെ മാത്രം സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആവണമെന്നില്ല. ലോകം മുഴുവൻ മുൻപോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈവൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മാർക്കറ്റ് അത്ര സെക്യൂർ അല്ല. കാരണം അവിടുത്തെ റോഡായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഞാൻ ഇന്ത്യയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ
വന്നിട്ട് എന്നെ അയാളുടെ വണ്ടി കൊണ്ട് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ എൻ്റെ ഹെൽത്ത് റിസ്ക് കൂടുതലാണെന്നൊക്കെ പറയില്ലേ. അതായത് ആഫ്രിക്കയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേടിയാണ്, അവിടെ മനുഷ്യജീവന് വില കുറവാന്ന് പറയുന്ന പോലെ അതേ സിനാരിയോ ആക്ച്വലി ഇന്ത്യൻ റോഡുകളിലുണ്ട്. കാരണം ലോകം മുഴുവൻ ഒരു ഓട്ടോണമസ് ഡ്രൈവിങ്ങിലേക്കൊക്കെ മാറി കുറച്ചും കൂടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിലൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പിറകിലേക്ക് വലിയുന്നത് ഇന്ത്യ അത്ര സേഫ് അല്ലാത്തൊരു നാടായിട്ടൊക്കെ ഭാവിയിൽ വിലയിരുത്തപ്പെടുന്നതിലേക്ക് കാരണമായി മാറിയേക്കാം. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ റിസ്ക് മിനിമൈസ് ചെയ്യൽ എപ്പോഴും ആൾക്കാരുടെ ഒരു പെർസെപ്ഷനും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഓട്ടോണമസ് കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് പഴഞ്ചനായിട്ട് കാണാനും മറ്റുമൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് GDP-യുടെ മേലുള്ള ഇമ്പാക്റ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് ലോസ് വഴി ഉണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റിനെ അതിനേക്കാളും അതിൻ്റെ മറ്റ് ബെനിഫിറ്റുകൾ ഔട്ട്വേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ലോകത്ത് ഇന്ത്യ പിറകിലായി പോവുക എന്നുള്ളത് അത്ര നല്ലൊരു ഓപ്ഷനല്ല. ഇപ്പോൾ ടെസ്ല പോലെയുള്ള കാർ കമ്പനികൾ അടുത്ത വർഷം മുതൽ ഇന്ത്യയിൽ വരുമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ ഇന്നോവേഷൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് കമ്പനികൾ, ഈവൻ കേരളത്തിൽ വരെ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട് എന്നുള്ള വാർത്ത ഞാൻ മുൻപ് വായിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ആൾറെഡി ഉണ്ട് എന്നുള്ള വാർത്ത മുൻപ് നമ്മളൊരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിതിൻ ഗഡ്കരിയുടേത്, നമ്മുടെ കേന്ദ്രമന്ത്രിയുടേത് അത്ര തന്നെ ആലോചിച്ചെടുത്ത ഒരു ഡിസിഷനോ അല്ലെങ്കിൽ പരാമർശമോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.